ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ പോയി അവളെ കല്യാണ ആലോചന നടത്തരുതേ. രണ്ടാലൊരു തീരുമാനം എത്തണം. പ്രതീക്ഷിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായി, ഒരാൾ വന്നിരുന്നല്ലോ, കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നല്ലോ, കല്യാണങ്ങളുടെ മോളുടെ കാര്യം എന്തായി, അത് ചർച്ചയിലിരിക്കുക, അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പറഞ്ഞതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ കല്യാണം ആലോചിക്കാം. അതല്ല പറയാമെന്ന് പറഞ്ഞത് കൊണ്ട് അതിനേക്കാൾ നമ്മുടെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അവൻ സാധാ സീതാ ഒരു എഞ്ചിനീയർ അല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലക്ഷക്കണക്കിന് റുപ്യ കിട്ടും, അത് കല്ലി വല്ലി, ഇതാ ഇത് പിടിച്ചോ. ലാ യഹില്ലു, അനുവദനീയമല്ല സഹോദര, അനുവദനീയമല്ല സഹോദര. ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്, നബിയാണ് പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അതിനെ അനുവദിക്കരുതേ, അനുവദിക്കരുതേ. സോഫ്റ്റ്വെയർ അല്ല, ഹാർഡ്വെയർ അല്ല, ഇനി ലോകം മൊത്തം ഉണ്ടാക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം എത്താതെ ഇങ്ങോട്ട് നിങ്ങൾ ഈ ചർച്ചയായിട്ട് വരരുത്. ഇതാണ് ഒരു പെണ്ണിന്റെ ഉപ്പ പറയേണ്ടത്. ഇസ്ലാമിക നിയമം, വൈവാഹിക ജീവിതം പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തു, ആലോചിച്ചു, ഓക്കെയാക്കി, പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. തീരുമാനമെത്തി, അങ്ങനെ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ, ഒരു സഹോദരൻ്റെ, ഒരു നവവരൻ്റെ ഉത്തരവാദിത്തമാണ് അവൾക്ക് കൊടുക്കേണ്ട വിവാഹ മൂല്യം നിന്റെ സ്വന്തം വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് അവൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ പേരാണ് മഹർ. ഇപ്പൊ മഹറിന്റെ അർത്ഥം മനസ്സിലായോ? മഹർ 2012 എന്നൊക്കെ പറഞ്ഞ് എന്താ ഗോൾഡൻ ഹില്ല് അല്ലേ? പടച്ചവനെ, സ്വർണം മലയിലാണ് നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ സ്വർണത്തിന്റെ വരവ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ. അപ്പൊ ഈ സ്വർണം എന്തിനാണ്? ഇത് ഓൾക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ وَآتُوا النِّسَاءَ صَدُقَاتِهِنَّ نِحْلَةً فَإِن طِبْنَ لَكُمْ عَن شَيْءٍ مِّنْهُ نَفْسًا فَكُلُوهُ هَنِيئًا مَرِيئًا. യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് മനസ്സ് തൃപ്തിയോടെ കൊടുക്കണമേ, മനസ്സ് പൊരുത്തപ്പെട്ട് കൊടുക്കണമേ. അവൾക്ക് കൊടുക്കുന്ന ആ മഹർ അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ അനുവാദമില്ലാതെ പൊട്ടിച്ചു വാങ്ങുകയും അരുതേ. ഖുർആൻ ലാ ശിഗാറ ഫിൽ ഇസ്ലാം. മഹർ കൊടുക്കാത്ത വിവാഹത്തിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് അസാധുവായ വിവാഹമാണ്. മഹറില്ലാത്ത വിവാഹം ഇസ്ലാം അനുവദിക്കുന്നില്ല. ലാ ശിഗാറ ഫിൽ ഇസ്ലാം. അതുകൊണ്ട് എങ്ങനെ കൊടുക്കേണ്ടത്? മനസ്സ് പൊരുത്തത്തോടെ കൊടുക്കണം. നിഹ്ല, നല്ല മനസ്സോട് കൂടി. വആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല. അവൾക്ക് നിന്റെ തൃപ്തിയോടെ, മനപ്പൊരുത്തത്തോടെ, നിന്റെ ഇണയ്ക്കും തുണയ്ക്കും സഖിക്കും നീ നൽകണമേ. അവള് 100 പവന്റെ പണ്ടം തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു 2 പവൻ. എന്ത് ന്യായം? നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. മനസ്സ് തൃപ്തിപ്പെട്ട്. ഇനി ഓളുടെ വാപ്പ അവൾക്ക് ഇട്ട് തരണത് അത് നീ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയാണ്, അവൾക്ക് ഞാൻ കൊടുക്കുന്നത് നല്ല പൊരുത്തത്തോടു കൂടി കൊടുക്കണ്ട. 10 പവൻ ഇരിക്കട്ടെ, മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കും. അതാണ് മഹർ എന്ന് പറയുന്നത്, വിവാഹ മൂല്യം. അത് കൊടുക്കാതെ അവളെ തൊട്ട്, നോ ടച്ചിങ്, അവിടെ തൊടാൻ പാടില്ല, അവിടെ പഞ്ചിങ് പാടില്ല, അവിടെ പ്രസ്സിങ് പാടില്ല, അവിടെ ഒന്നും പാടില്ല. അതിന് എല്ലാത്തിനുമുള്ള ഒരു ഇജാസത്താണ് ഈ കാർഡ് വലിക്കുക എന്ന് പറയുന്നത്. കാർഡ് വലിക്കാതെ അവിടെ പണിയൊന്നും നടക്കൂല എന്ന് പറയുന്ന പോലെ അതിന്റെ മഹറാണ്. ഇത് കൊടുക്കാതെ അവളെ തൊട്ടു പോകരുത് ഇസ്ലാം. മഹർ കൊടുത്തിട്ട് അവളുമായി ബന്ധം സ്ഥാപിച്ചു അവളെ ഒഴിവാക്കാൻ നീ തീരുമാനിച്ചാൽ അവളിൽ നിന്ന് കൊടുത്ത മഹറിന്റെ ഒരു തരുമ്പ് പോലും നീ തിരിച്ചു വാങ്ങുകയും വരുത്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ നമ്മളൊക്കെ ഓക്കെ ആയിരിക്കാം. കല്യാണം 24-ാം തീയതി അല്ലേ? എത്ര 25-ാം തീയതി കല്യാണമാണ്. പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബിരിയാണിയും ചട്നി അടിച്ചിട്ട് എമ്പക്കം വിട്ടിട്ട് എഴുന്നേറ്റ് പോകലല്ല. പെണ്ണിന്റെ വാപ്പ വന്നിരിക്കും, ചെറുക്കം വന്നിരിക്കും, രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിക്കും. ശരി തന്നെ? ഇവിടെ അങ്ങനെ തന്നെ കൈ പിടിക്കുമ്പോൾ ഉസ്താദ് വന്നിട്ട്, കാളിയാർ വന്നിട്ട് ചൊല്ലിക്കൊടുക്കും കുറെ കാര്യങ്ങൾ. ആ ചൊല്ലിക്കൊടുക്കുന്നത് എന്തെന്നറിയോ?
മലയാള ഭാഷയിലല്ല, അറബിയില. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹതുക ബിൻതി ഫുലാനത ബിനി ഫുലാൻ ബിമഹരിൻ മബ്ലഗുഹു കിദാ വകിദാ. എന്തായി പറഞ്ഞേ? അവസാനം ഉസ്താദ് ചോദിക്കും, തൃപ്തിപ്പെട്ടോ? കബിൽതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. റളീതു, ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തായി പറഞ്ഞതെന്ന് വല്ല ബോധം ഉണ്ടോ? ഇതെല്ലാം ഒരു ചെറിയ സംഭവമാണ്. ഇതിനേക്കാൾ നൂറുകണക്കിന് കാര്യങ്ങളാണ് ഈ പെണ്ണുങ്ങൾ തന്റെ ഭർത്താക്കന്മാരോട് ചെയ്യുക. അതിനെല്ലാം നമ്മൾ അവരെ കുറ്റം പറയരുത്. അതങ്ങോട്ട് വീട്, അവക്ക് പിന്നെ നമ്മളെ അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മുത്താൻ പറ്റുമോ? വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് അടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദഈഹ, അവളെ അതിന്റെ പേരിൽ പഠിക്കരുത്, അവളെ അതിന്റെ പേരിൽ വേദനിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതുറഖു അഹദുകും അഹ്ലഹു യതലബ അസ്റാതിഹിം. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവളെ നിങ്ങൾ സംശയിച്ചുകൊണ്ട് അവളുടെ വീടിന്റെ വാതിൽക്കൽ നിങ്ങൾ വന്ന് മുട്ടി വിളിക്കരുതേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, മുട്ടി വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം. ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം. ലാ തളിരിബൂ ഇമാകും അലാ കസ്രീനായികും ഫഇന്ന ലഹാ ജാലൻ കാജാലികും. ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ള വസ്തു താഴേക്ക് വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ, ഉടഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങളാരും അവളെ അടിക്കരുതേ, വേദനിപ്പിക്കരുതേ. കാരണം എന്താണ്? നിങ്ങളുടെ ആയുസ് തീർന്നു പോകുന്നത് പോലെ ആ സാധനത്തിന്റെയും ആയുസ് തീർന്നു പോയി എന്ന് വേണം നിങ്ങൾ കരുതാൻ. അതുകൊണ്ട് അതിന്റെ പേരിലും നിങ്ങൾ ഭാര്യയെ വേദനിപ്പിക്കരുത്. ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലഖൻ വറളിയ മിൻഹാ ആഖർ. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യയ്ക്ക് അരോചകമുണ്ടാകുന്ന സംസാര ഭാഷ്യം നടത്തരുത്. ഭാര്യയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ഭാഷയും നടത്താൻ പാടില്ല, സംസാരിക്കരുത്. നിങ്ങൾക്ക് അവളുടെ ഭാഗത്തു നിന്ന് വല്ല അരോചകമായ സംസാരം ഉണ്ടായാൽ മറ്റൊരു സന്ദർഭത്തിൽ അവളിൽ നിന്ന് നല്ലത് നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സലാത്ത് ഉഷാറായിട്ടൊന്ന് ചൊല്ലിക്കേ, റാഹത്തായിട്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട പ്രവാചകൻ ലോകത്തിന്റെ മാതൃകാ പുരുഷനാണ്. എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബ ജീവിതം നയിക്കേണ്ടത്, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി പൊന്നുമോളാണ്, അലിയാർ തങ്ങൾ തന്റെ മരുമകനാണ്. പക്ഷേ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ടത്രേ. വകാന ഫീ അലിയിൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ. ഫാത്തിമ ബീവിയോട് ഇടയ്ക്കിടയ്ക്ക് അലിയാർ തങ്ങൾ ദേഷ്യപ്പെടാറുണ്ടത്രേ. ഫഖാലത്ത്, ഒരു ദിവസം ഫാത്തിമ ബീവി പറയുകയാണ്, വല്ലാഹി ലാ അഷ്കുവന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഏ അലിയാർ തങ്ങളെ, മഹാനവറുകളെ, അങ്ങ് എന്നോട് ദേഷ്യപ്പെടുന്നത്, അങ്ങ് എന്നോട് വിരോധം വെച്ച് പുലർത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പരാതിപ്പെടുമത്രേ. അങ്ങനെ നബി തങ്ങളോട് പരാതിപ്പെടാൻ ഫാത്തിമ ബീവി നടന്നു നീങ്ങുകയാണ്. ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ കാണിക്കുന്ന വിരോധം, ദേഷ്യം, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുള്ള ആ ഒരു ദേഷ്യം അള്ളാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ.
فقام حيث يسمع كلامهما. അലി റളിയല്ലാഹു തആല അൻഹു ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മൂലയിൽ മാറി നിൽക്കുകയാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു തന്നോട് ദേഷ്യപ്പെടുന്ന കാര്യം സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി പറയുകയാ, യാ ബുനയ്യത പൊന്നുമോളെ, ഇസ്മഈ നീ ഒന്ന് കേൾക്കടി പെണ്ണേ, വസ്തമിഈ നീ ഒന്ന് അനുസരിക്കടി മോളെ, വഅഖിലി ഞാൻ പറയുന്നതൊന്ന് ഉൾക്കൊള്ളണേ, ഒന്ന് ചിന്തിക്കണേ പെണ്ണേ. ഒരു പെണ്ണ് തന്റെ പിതാവിനോട് തന്റെ ഭർത്താവിനെ കുറിച്ച് വല്ല പരാതിയുമായി പോയാൽ, ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളാണ് ആ മകളെ ഉപദേശിക്കേണ്ടത്. അതിനുള്ള തെളിവാണ് ആയിഷ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ലംറഅത്തും ബിംറഅത്തിൻ, ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല, ഒരു പെണ്ണും ഒരു പെണ്ണാവുകയില്ല. ഹത്താ ലാ തഅതി ഹവാ സൗജിഹാ വഹുവ സാകിതുൻ. ഒരു ഭർത്താവ് ആ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് തന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല മോളെ. അതുകൊണ്ട് നീ അലിയാര് തങ്ങളോട് ക്ഷമയോടും സഹനതയോടും അവരുടെ ആവശ്യങ്ങൾ കണ്ടും മനസ്സിലാക്കി ജീവിക്കടി മോളെ. ഫാത്തിമ തോ ആബറൂയ ഉമ്മത്തെ മർഹൂം കാ. ലോകത്തെ മുഴുവൻ നാരിമാരുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നത് സ്വർഗത്തിലെ സുന്ദരിയായ മോളെ ഫാത്തിമ നീയല്ലയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോളാണ്, അവിടുത്തെ കരളിന്റെ കാതലാണ്. എവിടേക്ക് യാത്ര തിരിച്ചാലും മദീന പള്ളിയിലേക്ക് എത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടനാഴിയിലൂടെ പൊന്നുമോള് ഫാത്തിമയെ ഒന്ന് നോക്കുമത്രേ. ഫാത്തിമയെ ഒന്ന് കാണാതെ അള്ളാഹുവിന്റെ റസൂലിന് വിശ്രമമില്ല. ആ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോൾ ഫാത്തിമയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി തടവി തലോടിക്കൊണ്ടാണ് പറഞ്ഞത്, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു പെണ്ണും ഒരു പെണ്ണേ അല്ല.